സ്ഫോടകാത്മകമായ രാഹുലിന്റെ പ്രസംഗം ലോക്സഭയിൽ സ്തംഭിച്ച് ഭരണപക്ഷം. കടുത്ത തട്ടിപ്പിലൂടെയാണ് BJP അധികാരത്തിലേറിയത് എന്ന് രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു. ഇതിനായി കയ്യും മെയ്യും മറന്ന് BJPയെ സഹായിച്ചത് ഇലക്ഷൻ കമ്മീഷനാണ്. കഴിഞ്ഞ കൊല്ലത്തെ പൊതു തെരഞ്ഞെടുപ്പിനെയും പിന്നീട് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പും ലക്ഷ്യം വെച്ച് ആസാമിലും ഹിമാചലിലും 75 ലക്ഷം ആളുകളെയാണ് ചേർത്തത്. ഇത് ഹിമാചൽ പ്രദേശിലെ ആകെ മൊത്തം ജനസംഖ്യയോളം വരും. ഒരു അപ്പാർട്ട്മെന്റിൽ മാത്രം 7000 ആളുകളെയാണ് വോട്ടർ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയത്. 5 മാസത്തിനിടെ 70 ലക്ഷം പുതിയ വോട്ടർമാരെ BJP ജയിച്ച മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ ചേർത്തു. തിരഞ്ഞെടുപ്പിന് മുന്നേ 2 ലക്ഷം കമ്മീഷണർമാരെ നിയമിച്ചത് വഴി വൻ കുറുക്കുവഴികളിലൂടെയാണ് BJP മഹാരാഷ്ട്രയിൽ വിജയിച്ചത്. ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കേണ്ട നിർണായക ഘടനയിൽ മാറ്റം വരുത്തി പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും പങ്കെടുക്കേണ്ട നിർണായക മീറ്റിംഗിൽ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി ഒരു കേന്ദ്രമന്ത്രിയെ ഉൾപ്പെടുത്തിയതിലും ദുരൂഹതയുണ്ട്. ഇലക്ഷൻ കമ്മീഷനെ മാറ്റുന്നതിന്റെ ഭാഗമായി ഇലക്ഷൻ നീട്ടിവെക്കുകയായിരുന്നു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ സ്ഥിതിവിവര കണക്കുകൾ പുറത്തുവിടണമെന്ന് രാഹുൽ വെല്ലുവിളിച്ചു. വൻ അഴിമതിയാണ് ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളത്. ഇത് BJPയെ സഹായിക്കുക എന്ന ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണെന്നും രാഹുൽ പറഞ്ഞു. ചൈന നമ്മുടെ ഇന്ത്യക്കകത്താണ്. ചൈന ഇന്ത്യയെ കാർന്നു തിന്നുകയാണ്. കരസേനാ മേധാവി അത് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വസ്തുതയായി നിലനിൽക്കുന്നതാണ് എന്നും രാഹുൽ തുറന്നടിച്ചു. അങ്ങനെ വരാൻ കാരണം മേക്കിംഗ് ഇന്ത്യ പരാജയപ്പെട്ടതാണ്. ഞാൻ ഇക്കാര്യത്തിൽ ആശങ്കാകുലനാണ്. ഇന്ത്യയുടെ പ്രതിരോധ മേഖല ചൈനയുടെ ഇറക്കുമതിയെ അമിതമായി ആശ്രയിക്കുന്നുണ്ട്. അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഉൽപാദനശേഷി ശക്തിപ്പെടുത്താതെ എന്ത് മേക്കിംഗ് ഇന്ത്യയാണ് ഇവർ നടപ്പിലാക്കുന്നത്? ഉൽപാദനത്തിന്റെ ഓർഗനൈസേഷൻ ഇന്ത്യ ചൈനയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു രാജ്യം എന്നതിൽ ഉൽപാദനം സംഘടിപ്പിക്കുന്നതിൽ ഈ സർക്കാർ പരാജയപ്പെട്ടു. നമ്മുടെ ഭൂപ്രദേശത്തിന്റെ 4000 ചതുരശ്ര കിലോമീറ്ററാണ് ചൈന കടന്നു കയറിയിട്ടുള്ളത് എന്ന് സൈന്യം പ്രധാനമന്ത്രിയെ വ്യക്തമായി ധരിപ്പിച്ചിട്ടുമുണ്ട്. അതിനെതിരെ പ്രധാനമന്ത്രി ഒന്നും ചെയ്തിട്ടില്ല. അത് വ്യക്തമായി പറഞ്ഞ രാഹുലിനെതിരെ പ്രതിഷേധിച്ചെങ്കിലും രാഹുൽ ഗാന്ധി തന്റെ നിലപാടുകൾ ശക്തിയുക്തം ഉയർത്തുകയായിരുന്നു. അതിൽ ഭരണപക്ഷം നിശബ്ദരായി. യുവാക്കൾക്ക് വേണ്ടി ഇവർ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇന്ത്യ സാമ്പത്തികമായി വളരുന്നു എന്ന് മോദി സർക്കാർ പറയുന്നുണ്ടെങ്കിലും തികച്ചും താഴേക്കാണ് വളരുന്നത്. മേക്കിംഗ് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ അതിരൂക്ഷമായി നിലനിൽക്കുകയാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സർക്കാർ പരാജയമാണ്. അതുമൂലം മേക്കിംഗ് ഇന്ത്യ പരാജയപ്പെട്ടു. AI-യിൽ ചൈനയേക്കാൾ 10 വർഷം പിന്നിലാണ് ഇന്ത്യ. ഡാറ്റ മുഴുവൻ ചൈനയുടെയും US-ന്റെയും കയ്യിലാണ്. ഡാറ്റ ഇല്ലാതെ AI-ക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. സാമ്പത്തിക നയങ്ങൾ ഗൗരവമായി എടുത്തിരുന്നെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കറിനെ US-ലേക്ക് അയക്കേണ്ടി വരുമായിരുന്നില്ല എന്നും രാഹുൽ പരിഹസിച്ചു. ജയശങ്കറിന്റെ ആവശ്യപ്രകാരം മോദിയെ US-ലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ഇന്ത്യയുടെ വികസനമാണ് ഇവർ ആഗ്രഹിക്കുന്നതെങ്കിൽ BJPയുടെ നയങ്ങൾക്ക് മാറ്റം വരണം. അതില്ലാതെ ഇന്ത്യ വളരില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.